അതിനകത്തോട്ട് ഇടരുത്. തീ കുറച്ച ശേഷം അതിനകത്തേക്ക് ഇതുപോലെ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ചെറിയ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ആകെ ഒരു 6 ബജി ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. പിന്നെ ഇത്തിരി മാവ് ബാക്കിയുള്ളത് കൊണ്ട് 1-2 എണ്ണം കൂടി കൂടുതൽ എടുത്തായിരുന്നു മുളക്. ബാക്കി ഇത്തിരി ബാറ്ററേ ഉള്ളായിരുന്നു. അത് ഞാൻ ഈ പറഞ്ഞ കണക്ക് എണ്ണയ്ക്കകത്ത് കോരി ഒഴിച്ചെടുക്കുമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. മാവിനകത്ത് ഇട്ട ഉടനെ അത് തിരിച്ചും മറിച്ചും ഇടരുത്. തെറ്റിപ്പോയി മാവിനകത്തല്ല, എണ്ണയ്ക്കകത്ത്. ഞാൻ ചെറിയ പാത്രം എടുത്തതെന്ന് വെച്ചാല് വലിയ പാത്രമാകുമ്പോൾ വിസ്താരം അനുസരിച്ച് മുങ്ങിക്കിടക്കാൻ എണ്ണ കൂടുതൽ ഒഴിക്കണം. അപ്പൊ ചെറുതാകുമ്പോൾ അധികം എണ്ണ ഒഴിക്കണ്ടല്ലോ എന്നുള്ള ചിന്തയോടെയാണ് കേട്ടോ. പക്ഷെ മുളകിന്റെ നീളക്കൂടുതൽ കാരണം തിരിച്ചിടാനും ബുദ്ധിമുട്ട്. 2 എണ്ണം ഇട്ട് വറുത്തെടുത്താൽ മതിയായിരുന്നു. ഞാൻ ആദ്യത്തെ ഒരു ബാച്ചേ ഉള്ളൂ 3 എണ്ണം ഇട്ടത്. പിന്നെ 2 എണ്ണം വെച്ചാണ് വറുത്തെടുത്തത്. ഞാൻ നല്ലെണ്ണയിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ യാതൊരു കാരണവശാലും നല്ലെണ്ണ ചെയ്യണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നേ. അത് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഞങ്ങൾക്ക് ഇഷ്ടമാണ് നല്ലെണ്ണയിൽ ഇങ്ങനെ വറുത്തെടുക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ